എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മകരക്കൂറ് ഉത്രാടത്തിന്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദവുമാണ്. ഈ കൂറുകാർ പൊതുവെ തങ്ങളുടെ കുടുംബത്തോട് വളരെയധികം സ്നേഹവും തൻ്റെ ഭാര്യ കുട്ടികൾ അവരെ കൂടുതൽ ലാളിക്കുകയും അവരോട് കൂടുതൽ സ്നേഹമെന്ന് പുലർത്തുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുകയും പൊതുവെ വിദേശത്ത് ധാരാളം സഞ്ചരിക്കുകയും വിദേശത്ത് ധനം സമ്പാദിക്കുകയും സമുദ്രത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ മകരക്കൂറുകാർ. തൻ്റെ ദുഃഖങ്ങളെല്ലാം അടക്കിപ്പിടിച്ച് പുറത്ത് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറാനുള്ള കഴിവ് മകരക്കൂറുകാർക്ക് വളരെയധികം ഉണ്ട് എന്ന് കാണുന്നു. കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കാനുള്ളൊരു കഴിവും മകരക്കൂറുകാർക്കുണ്ടെന്ന് കാണുന്നു. മകരക്കൂറുകാർക്ക് 2026 ഏറ്റവും നല്ല ഫലങ്ങളെ നൽകുന്നു. നൂതന ഗൃഹലാഭം, നൂതന വസ്ത്രലാഭം, സന്താന ശ്രേയസ്, വിദേശ ബന്ധങ്ങളിൽ കൂടുതൽ ഉണർവ്, പെട്ടെന്നുള്ള ധനലാഭം, ഇതെല്ലാം മകരക്കൂറുകാർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മികവ്, പുതിയ പഠന മേഖലകളിലേക്ക് പ്രവേശനം ഉണ്ടായിത്തീരുക, വിദേശവാസം ഉണ്ടായിത്തീരുക, വിദേശ സഞ്ചാരം ഉണ്ടായിത്തീരുക, ധാരാളം രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരുക, പുതിയ സുഹൃബന്ധങ്ങൾ ഉണ്ടായിത്തീരുക, ദാമ്പത്യ സുഖം വർദ്ധിക്കുക, മുൻപുണ്ടായിരുന്ന പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ആശയവിപരീതമായ അവസ്ഥയൊക്കെ മാറി കുടുംബത്തിൽ തന്നെ പൊതുവെ ഒരു സമാധാനം ഉണ്ടായി വരുന്ന ഒരു കാലമാണ് 2026 എന്ന് പറയാം. ശ്രേഷ്ഠതയ്ക്കായിട്ട് ശബരിമല ദർശനം, വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക മുതലായതൊക്കെ ദോഷങ്ങളെ കുറച്ച് കൂടുതൽ നല്ല അനുഭവങ്ങൾ മകരക്കൂറുകാർക്ക് ഈ വർഷം ഉണ്ടാകുമെന്ന് കാണുന്നു.